ഹലോ ഡിയേഴ്സ് ബെറ്റ് സ്പൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് മാംഗോ കേക്ക് ആയിട്ടാണ്. ഇപ്പോൾ നമ്മൾ മാംഗോ സീസൺ ആണല്ലോ, അപ്പോൾ ഒരു മാംഗോ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മാംഗോ മൂസ് മില്ലിംഗ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, സോഫ്റ്റ് കേക്കാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ആദ്യമായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് സീവ് ചെയ്തെടുക്കണം. അതിനായി മൈദ, മിൽക്ക് പൗഡർ, ബേക്കിംഗ് പൗഡർ ഇതെല്ലാം ഒന്ന് സീവ് ചെയ്തെടുക്കുക. അതിനുശേഷം ചൂട് പാലിൽ മാംഗോ എസൻസ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി വെക്കുക. ഇനി ഒരു വലിയ ബൗളെടുത്ത് മുട്ട ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറേശ്ശെയായിട്ട് പൊടിച്ച പഞ്ചസാര ചേർക്കുക. അതിലേക്ക് വാനില എസൻസും പിന്നെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പാലിൻ എസൻസും ഉണ്ടല്ലോ അതോട് ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾ ഓയിൽ കൂടെ ചേർത്ത് ബീറ്റ് ചെയ്യുക. അതിലേക്ക് നമ്മൾ നേരത്തെ സീവ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 6 ഇഞ്ച് പാനിൽ ഒഴിച്ച് അതിൻ്റെ എയർ ഒക്കെ ടാപ്പ് ചെയ്ത് കളഞ്ഞിട്ട് 170 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 45 to 50 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക. എന്നിട്ടത് 3 ലെയർ ചെയ്തിട്ട് അതിലേക്ക് ജ്യൂസ് സിറപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ മാംഗോ എസൻസ് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതാണ് ഷുഗർ സിറപ്പ്. അതിൻ്റെ മേളിൽ മിൽക്ക് മെയ്ഡും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അതിന് ശേഷം മാംഗോ മൂസാണ് ഞാൻ ഇവിടെ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അതൊരു റിച്ച് ഫില്ലിംഗ് ആണ്. അതായത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം മാംഗോ പൾപ്പും മാംഗോ ജ്യൂസും അതിനകത്ത് മാംഗോ എസൻസും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റി ഫില്ലിംഗ് ആണ്, നല്ല റിച്ച് ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. അത് തന്നെ 3 ലെയറിൽ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് ആദ്യം ക്രം കോട്ട് ചെയ്ത് അതെല്ലാം നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 1 മണിക്കൂർ ഒന്ന് സെറ്റായതിന് ശേഷം ഫൈനൽ കോട്ടിനായി വീണ്ടും ഒരു ലെയറും കൂടെ ക്രീം നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ഷാർപ്പാക്കി എടുത്തിട്ട് 1 മണിക്കൂർ കൂടെ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അത് സെറ്റായി കഴിയുമ്പോൾ ഞാനിവിടെ മാംഗോ ട്രിപ്പാണ്, അതായത് നമ്മൾ ചോക്ലേറ്റ് ട്രിപ്പ് പോലെ മാംഗോ ട്രിപ്പ്, വൈറ്റ് ചോക്ലേറ്റും ഫ്രഷ് ക്രീമും ബട്ടറൂടെ ചേർത്ത് മെൽറ്റാക്കിയതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുക. അതിലേക്ക് മാംഗോ എസൻസ് കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റായതിന് ശേഷം ഡ്രിപ്പായിട്ട് ഡിസൈൻ ചെയ്യുക. അതിലേക്ക് വിപ്പിംഗ് ക്രീമും മാംഗോ പീസും പ്ലമ്മും എല്ലാം കൂടെ വെച്ച് ഒരു സിമ്പിൾ ഡിസൈൻ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.